ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാക്കാന്റെ മോളുടെ കല്യാണമാണ്. അതിന്റെ മെഹന്തി നൈറ്റിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ വെഡ്ഡിംഗ് പർച്ചേസിങ്ങും എല്ലാവരെയും കണ്ടുമുട്ടിയതുമായ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയില്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പിന്നെ നമ്മളുടെ എത്ര പർച്ചേസിങ്ങും കാര്യങ്ങളും നമ്മളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരിപാടിയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് വീണ്ടും പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം വരെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് വിചാരിക്കാത്തൊരു പണി എനിക്ക് കിട്ടുന്നത്. എന്റെ ചെരുപ്പ് അതിന്റെ തലേ ദിവസം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എടുക്കാനാണെങ്കിലും 2 ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ മോളും കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഓക്കും ചെരുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മോള് പറഞ്ഞു എനിക്ക് ഫാൻസി കടയ്ക്ക് പോയപ്പോ പിന്നെ നമ്മൾ ചെരുപ്പിനാണ് പോയതെങ്കിലും അവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണയക്കും കൂടി പോയിട്ട് നമ്മൾ വിചാരിക്കാത്ത പർച്ചേസിങ് കൂടി അവിടെ നടക്കും. പിന്നെ മോൾക്കും ടോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെരുപ്പ് കൊടുത്തു, ഫാൻസി സാധനങ്ങളും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്കൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മെഹന്തി നൈറ്റിനും പരിപാടിക്കൊക്കെ പോവാനുണ്ടായിരുന്നല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി മാറ്റിയിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങളെ വീടിന്റെ അവിടുന്ന് മൂത്താപ്പാന്റെ വീടിന്റെ അവിടേക്ക് കുറച്ചൊക്കെ നടക്കാണ്ട്. പിന്നെ എല്ലാരും കൂടിയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ആ നടത്തത്തിന്റെ ഇതൊന്നും അറിയൂല. അങ്ങനെ എത്തി എല്ലാവരുമായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോഴാണല്ലേ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ എല്ലാരും കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അങ്ങനെ പിന്നെ കുറെ സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിട്ട് പോവാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോ ഓരോരുത്തരും അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ചിക്കൻ കടിക്കണത് കിട്ടിയിട്ടുണ്ട്, ചോറ് കഴിക്കണത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് സമയം എല്ലാം ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ട് മോള് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയത്തൊക്കെ ഇവിടെ വേറെ സ്ഥലത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്റെ കൂടെ അല്ല ഞാൻ ഇരിക്കണത്, ഞാന് അപ്പുറത്താണ് പോയിരിക്കണത് പറഞ്ഞാണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ ഓളൊപ്പം താത്ത ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാന് ഇങ്ങനെ എല്ലാരും കൂടിയാലൊക്കെ നമ്മള് കൂട്ടത്തോടെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴും എത്രത്തോളം എന്നുള്ളത് അറിയില്ല. അതേപോലെ തന്നെ ഒരുപാട് കഴിക്കുകയും ചെയ്യും. വർത്താനം പറഞ്ഞ ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് കയ്യലുണ്ടാവൂല കേട്ടോ. അങ്ങനെ ഇങ്ങനെ നിൽക്കാനും. പിന്നെ അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനിങ്ങനെ അവിടെ നമ്മള് കഴിക്കുന്ന സമയത്താവും ഓരോരുത്തർ വരുന്നതും പോണതൊക്കെ. അപ്പൊ ഓരോട് അതിന്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ പിന്നെ ഞാൻ മോളടുത്തേക്കൊക്കെ പോയി നോക്കുകയാണ്. അപ്പൊ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ, അങ്ങനെ വല്ലാണ്ടൊന്നും കഴിക്കൂല. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അകത്തേക്ക് കയറിയതാണ്. അപ്പൊ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഓള് മാറ്റിലൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണല്ലോ. പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. മെഹന്തി നൈറ്റിന്റെ പരിപാടിയും തുടങ്ങാൻ ആവുന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫോട്ടോഷൂട്ടും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഓരോരുത്തര് ഫുഡ് കഴിക്കലും അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് പിന്നെ അവൾക്ക് നല്ല രീതിക്ക് തന്നെ കുറുമ്പും വാശിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചാല് ഉറങ്ങണോന്ന് ചോദിച്ചാൽ ഉറങ്ങണ്ടെന്നും പറയും. അങ്ങനെ ഒരുമാതിരിക്കത്തെ ഒരു കുറുമ്പായിരുന്നു ഓക്ക്. അങ്ങനെ മോളെയും കൊണ്ട് റൂമൊക്കെ വന്ന് നോക്കി. ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, എന്നാ പിന്നെ അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും, കുറെ ആശ്വാസമാവും, ചൂടെടുത്തിട്ടാവും എന്നൊക്കെ വിചാരിച്ചാൽ ഫാനിന്റെ ചോട്ടൊക്കെ കുറച്ചേരൊക്കെ ഒന്ന് വന്ന് കിടത്തി നോക്കി. എന്നിട്ടൊന്നും ഒരു മാറ്റൂലായിരുന്നു. അങ്ങനെ കരഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതിൽ മാറ്റണമെങ്കിൽ എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഫോണ് കൈക്കല് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരച്ചിൽ മാറ്റും. അപ്പൊ പിന്നെ കുറച്ച് സമയം ഫോണൊക്കെ ഒന്ന് കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാഞ്ഞ ഈ കുട്ടികൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിയാണല്ലോ, ഒന്നിനും നമുക്ക് തോന്നൂല, ഒരു ഭയങ്കരമായിട്ടൊരു എടുങ്ങേറാണ് മനസ്സിക്ക്. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞാൻ പുറത്തൊക്കെ പോയി നോക്കുമ്പോ എന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പാട്ട് കേൾക്കുന്നുണ്ട്, ഞാൻ ഡാൻസ് കളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാ പോയിക്കാണ്ട് കളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിമൊക്കെ പറഞ്ഞയച്ച് നോക്കുമ്പോഴാണെങ്കിലോ കുട്ടികൾ തമ്മിൽ ഭയങ്കര ഉന്തലും തള്ളലൊക്കെയാണ്. ഉന്തലും തള്ളലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ സ്വാഭാവികമാണ്.
പിന്നെ ഏതായാലും ആ പാട്ടും ഇതിലൊക്കെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് കളിക്കുന്നുണ്ട്, വീയുന്നുണ്ട്, എണീക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറേ സമയം അങ്ങനെ കളിച്ചങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ സമയത്തിന് ഒരു ആശ്വാസമായിരുന്നു. ആ സ്റ്റേജിന്മേൽ അങ്ങനെ പോയി ചാടി കളിച്ചോളും, ഞമ്മക്ക് അവിടെ ഇങ്ങനെ നിന്നാ മതി, പിന്നെ അത് നോക്കണ്ടല്ലോ, ഓല അവിടെ ചാടലും കളിക്കലൊക്കെ ആവട്ടെ വിചാരിച്ചുകാണ്ട് ഞാൻ പിന്നെയാണ് ഞാൻ പരിപാടി ആസ്വദിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഞ്ഞാല് ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഉറങ്ങൂല, എണീക്കൂല, ഞാൻ നടക്കൂല എന്ന ഒരവസ്ഥയാണ്. ഞാൻ പിന്നെ ഏതായാലും ഓല ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൾക്ക് സ്റ്റേജിമൊക്കെ കയറ്റിയുണ്ട്. സ്റ്റേജിമൊക്കെ കയറി പിന്നെ ഫോട്ടോഷൂട്ട് മെഹന്തി പരിപാടികളും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ സമയം കൊണ്ട് വേഗം പോയിക്കാണ്ട് ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഓള് കുറേ സമയം ഉറക്കിയതിന് ശേഷമാണ് ഓള് ഉറങ്ങണത്. പിന്നെ ഓള് ഉറങ്ങിയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പരിപാടികളൊക്കെ ഒന്ന് മട്ടം പോണം കാണാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെന്ന് പറയുമ്പോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ, അങ്ങനെ നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓളെ ഫ്രണ്ട്സാള് പിന്നെ ഫാമിലി അങ്ങനെ ഒരുപാട് ആളുകളെ ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോള് ഉറങ്ങിയതുകൊണ്ടും ഇനി എണീറ്റ് കഴിഞ്ഞാൽ ഓളെ വീട് തന്നെ എത്തേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഓക്ക് ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാല്. അപ്പൊ പിന്നെ ഇവരതും കൂടി ഒന്നത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഫോട്ടോത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തതിന്റെ ശേഷം വീട്ടിലേക്കൊക്കെ പോവാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കണേ. അപ്പൊ പിന്നെ ഇവരെ പരിപാടിയൊക്കെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലും അതായത് മെഹന്തി പരിപാടിയൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങള് പിന്നെ മെഹന്തി നൈറ്റിന് പോയ എല്ലാവരും കൂടിയിട്ട് കുറെ ആളുകളൊക്കെ നേരം വൈകിയതുകൊണ്ട് തന്നെ വേഗം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ള ആളുകളൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടും നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ വീട്ടിലേക്കട് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളും മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാഷാ അല്ലാഹ് നല്ല രീതിക്ക് തന്നെ മെഹന്തി നൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ടുള്ള ഒരു പരിപാടി കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇമ്പം കുറച്ച് കൂടുതലും ആയിരുന്നു. പരിപാടി മുഴുവനൊന്നും കഴിയാൻ നിന്നിട്ടില്ല, ഏകദേശം പരിപാടി തുടങ്ങണന്നെ അല്ലായിരുന്നു. ഞങ്ങൾ പോന്നപ്പോ കുറച്ചൊക്കെ തന്നെ തുടങ്ങി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കന്നെ പിന്നെ ഞങ്ങള് പോന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പോരുന്ന വൈക്കുന്നാണ് പിന്നെ മൈലാഞ്ചിടലൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. കാരണം അവിടുന്ന് ഇട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഈ കാണുന്ന വെളിച്ചത്തിലൊക്കെയാണ് ഒരു മൈലാഞ്ചി കിടലൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് ഇതിന്റെ അടിയില്. ഇതൊക്കെയായിരുന്നു കേട്ടോ മെഹന്തി നൈറ്റിന്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.